ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇന്നാണ് നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസം. ഇത് നമുക്ക് നാളൊന്നുമില്ല, എന്നാലും നമുക്കിന്ന് ഈ തവണത്തെ ഇലക്ഷൻ എന്തായാലും റിസൾട്ട് അറിയണം. റീസൺ വേറെ ഒന്നുമില്ല, ഇപ്പം 1 കോടി രൂപ PC ജോർജ് ഇവിടെ ബെറ്റ് വെച്ചേക്കുക. ജയിച്ചാൽ 1 കോടി രൂപ. എന്നാൽ പിന്നെ ആ 1 കോടി കിട്ടുമോ ഇല്ലയോ, അതോ പുള്ളി ലാഭിച്ചോ എന്ന് നോക്കണമല്ലോ. ഇലക്ഷൻ്റെ നമ്മുടെ വോട്ടിങ്ങിൻ്റെ റിസൾട്ട് വരുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കും. പല പാർട്ടികളുടെ വിജയപ്രകടനമൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇലക്ഷൻ്റെ റിസൾട്ട് എന്താണ് നാട്ടിലെ വിശേഷം. രാവിലെ കുളിച്ച് കുട്ടപ്പനായിട്ടൊക്കെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ വെള്ളയൊക്കെ ഇട്ടേ, പക്ഷെ നടന്നില്ല. വെള്ള ഇട്ടില്ലേലും ഇത് മതി. ഈ ഇലക്ഷൻ ജയിക്കുവാണെങ്കിൽ വെള്ള ഇട്ട് ഇറങ്ങാം. ഇലക്ഷൻ ഒന്നും പറയാനില്ലല്ലോ, സംശയിക്കണ്ട. UDF തന്നെ തൂക്കും പേട്ട. ചേട്ടൻ 100% വിജയിച്ചു. 100% കൈ മുറിച്ച നീലയല്ലേ. ഇന്നലെ ഞാൻ 2 ലക്ഷം രൂപ പന്തയം വെച്ച് ഒരുത്തൻ തണ്ടലില്ല പിടിക്കാൻ. 1 കോടി രൂപ ഞാൻ വെക്കാൻ പറഞ്ഞ ഉമ്മ ആധാരം തന്നില്ല വീടിന്റെ. 1 കോടി രൂപ കാശായിട്ടില്ലാത്തോണ്ട് 1 കോടിക്കല്ല, 10,000 രൂപയ്ക്ക് 1 കോടി എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ 1 കോടി രൂപ PC ജോർജിനെതിരെ വെക്കാന്ന് പറഞ്ഞ ഉമ്മാടെ ഞാൻ ആധാരം ചോദിച്ചു ഉമ്മ ഒളിപ്പിച്ച് വെച്ച്. അല്ല ഞാൻ കൊണ്ട വെച്ചാനാ. ജയിച്ചാൽ ഷർട്ട് ഇടും അല്ലേ? എന്നാൽ ഷർട്ട് ഇടേണ്ടി വരികയില്ല. എന്നാൽ ഇവിടെ 4 നിറയാനുള്ള കൊച്ചടൊക്കെ കിട്ടും. ഇത് UDF എന്തായാലും. അപ്പൊ വൈകിട്ട് വരെ ചായ കുടിക്കാനുള്ള സംഭവം ചെയ്യാം. UDF ജയിച്ചാൽ ഇന്ന് പറ്റി തീർക്കുവാന്നാ പിള്ളേര് പറയുന്നത്. അമ്മച്ചി എന്താ പറയുന്നേ? വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവനൊക്കെ ഇന്ന് വീട്ടിൽ ഇരിക്കും. അരെ, മുസ്ലിം ലീഗിന്റെ വലിയ രാഷ്ട്രീയ പ്രവർത്തകന്റെ മകനാണ്. ഇത് പൊളിച്ച ഇത് മുറിച്ച വരുന്നത് പച്ച രക്തമാ. അഞ്ചുടെ ഡാഡി ഏതാ? മാറ്റാൻ കാര്യമാണ്. ഭയങ്കര പിണറായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിക്റ്റേറ്റർഷിപ്പിന്റെ ആളാണ്. 2 തവണ ഭരണം കൊടുത്തു കഴിഞ്ഞപ്പോ പറഞ്ഞ് എഴുതി കൊടുത്ത പോലെ, മകൻ എഴുതി കൊടുത്ത പോലെ പിന്നെ പറമ്പ് നിനക്ക്, അതുപോലെ കേരളം നിനക്കെന്ന് പറഞ്ഞ് എഴുതുന്ന പോലെ ഭയങ്കര അതൊന്നും മാറണം. പുള്ളി വ്യക്തിപരമായിട്ട് എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ വ്യക്തിപരമായിട്ട് അറിയാവുന്നവരോട് നല്ല ഇതായിരിക്കും. അതുകൊണ്ട് കാര്യമില്ല. ഒരു ഭരണാധികാരി എന്ന് പറയുന്ന നിലയിൽ പുള്ളി ഈ 5 വർഷം രാഷ്ട്രീയത്തിന് ഇത്രയും രീതിയിൽ അവലോകനം ചെയ്യാൻ അജുവിന് ഇത്രയും നോളജ് ഉണ്ട്. ഞാൻ ഓർത്തിലടി പൊന്നെ, നിന്നെ ഞാൻ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തു. വന്നാൽ പോലും പുള്ളിക്ക് അത് ഏറ്റില്ല. ഇപ്പൊ ഈ നമ്മള് കേരള രാഷ്ട്രീയത്തിനെ കുറിച്ചാണോ തമിഴ്നാട് രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്? VD സതീശൻ പിന്നിലോ? എത്ര വോട്ടിന്? പിന്നിലായി കേട്ടോ. പോയി. ഇത് കോൺഗ്രസ് പിടിച്ച ഇടാവുള്ളത്, ഇത് വിജയ് തോറ്റ ഇടാവുള്ളത്. പക്ഷെ ഇത് രണ്ടും നടക്കുകയല്ല കേട്ടോ. കോൺഗ്രസ് നടക്കും. അപ്പൊ നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത്? ഈ വാക്കാവറമ്പ് കവലയിലാണ് ഏറ്റവും കൂടുതൽ അണ്ണന്മാര് പന്തായ പഴക്കൊലയൊക്കെ വന്നാൽ പറ്റിക്കുന്നത്. പഴക്കൊല, മണിയണ്ണൻ ടോപ്പ് നാരങ്ങാളം കലക്കാൻ നിൽക്കും. നാരങ്ങാളം കലക്കി കൊടുക്കും. എല്ലാരും രാവിലെ തൊട്ട് പന്ന നിൽക്കുമെന്നാ പറയുന്നത്. പിള്ളേര് സൈഡ് എത്തിയിട്ടുണ്ട്. ആ സ്ക്രീൻ വിളിച്ചില്ല. 4000 വോട്ട് ലീഡർ ഞങ്ങൾ ജയിച്ചിരിക്കും. PC ജോർജിന്റെ 1 കോടിയായിട്ടുള്ള ഇതിനെ പറ്റി ചുമ്മാ സ്റ്റണ്ടിറക്കി വിട്ടോളൂ. 1 കോടി രൂപ വെക്കാൻ ധൈര്യം ഉണ്ടായിരുന്നോ? ഇല്ല, പൈസ കൊണ്ട് പോയായിരുന്നല്ലോ. പൈസ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മാട്ടെ ഞാൻ ചോദിച്ച ആധാരം തരാമെന്ന് തന്നില്ല. അതുകൊണ്ട് ഇന്ന് 1 കോടി രൂപ എനിക്ക് കിട്ടില്ല. മൈനണ്ണൻ എന്തായാലും അഭിപ്രായം പറയുന്ന എന്തായാലും പറഞ്ഞുവിട്. ആരാ ജയിക്കുന്നത്? സെബാസ്റ്റ്യൻ. ഏത് സെബാസ്റ്റ്യൻ? സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ജയിക്കുമെന്നാണ് പറയുന്നത്. അണ്ണൻ പറ. സെബാസ്റ്റ്യൻ കുളത്തുങ്കലല്ല ജയിക്കുന്നത്, ഇവിടെ സെബാസ്റ്റ്യൻ 5. ആരാ? ജയസാദിതായിരിക്കാം. ഇവിടെയോ? ഇവിടെ പൂഞ്ഞാറില് സജി ജോസഫ് ജയിക്കും. സജി ജയിക്കും. നമുക്ക് ആരാ ഭരണത്തിൽ വരാൻ സാധ്യത? UDF ഭരണത്തിൽ വരും. ധർമ്മടത്ത് പിണറായി വിജയൻ പറയില്ലല്ലോ, അതിനെ പറ്റി എന്താ അഭിപ്രായം? പിണറായി വിജയൻ പറയിപ്പോയാലും വിജയിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആരാ സതീശൻ. കറണ്ട് ഇപ്പൊ നമുക്ക് ഏകദേശം സമയം 10 മണിയായിട്ടുണ്ട്. ഈ 10 മണിയായപ്പോ ധർമ്മടത്ത് പിണറായി വിജയൻ, അതായത് 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി 2500+ വോട്ടുകൾക്ക് തോറ്റു നിൽക്കുന്നു. ഇതിനെ കുറിച്ച് UDF, അതായത് കോൺഗ്രസിന്റെ തന്നെ ഒരു എന്താ പറയാ യുവ പ്രവർത്തനങ്ങളിലേക്ക് എന്താ പറയാനുള്ളത്? കേരളത്തിലെ ഭരണത്തില് കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത സമ്മാനമാണ്. അതായത് ഇനി പിണറായി വിജയൻ ഇനി എത്ര വോട്ടിന് ജയിച്ചിട്ടും കാര്യമില്ല. കാരണം VP റഷീദ് എന്ന് പറയുന്ന ഞങ്ങളുടെ യുവ നേതാവിനോട് 2500 വോട്ടിൽ പരം വോട്ടുകൾക്ക് ഇങ്ങനെ ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരും വൻ പരാജയമായിക്കൊണ്ട് നിലവിൽ ഈ 12 മന്ത്രിമാരാണ് പിന്നിൽ നിൽക്കുന്നത്. LDFന്റെ സമ്പൂർണ്ണ പരാജയം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ UDFന് നിഷ്പക്ഷർ എന്ന് പറഞ്ഞ വോട്ട് ഒരുപാട് UDFന് മറിഞ്ഞിട്ടുണ്ടെന്ന്
വിശ്വസിക്കാം നമുക്ക് ഇതിൽ നിന്ന്. മതേതര വോട്ടുകൾ മൊത്തം UDF അനുകൂലമായിട്ട് വീണിട്ടുണ്ട്. ന്യൂനപക്ഷത്തിനെ ഭിന്നിപ്പിച്ച് ഭൂരിപക്ഷത്തിന്റെ വോട്ട് പിടിക്കാനുള്ള ഇടതുപക്ഷ മുന്നണിയുടെ എല്ലാ നീക്കങ്ങളും പാളിപ്പോയിരിക്കുന്നു. പിന്നെ ഈ ഇലക്ഷനിൽ 4 സീറ്റിൽ ഇപ്പോഴും NDA ലീഡ് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള എന്താണ് വോട്ടെണ്ണി തീരുമ്പോ ആ 4 എന്നുള്ളത് 0 ആവും. ഉറപ്പാണ്. ഇപ്പൊ സമയം രാവിലെ ഏകദേശം ഒരു 10:10 വിരിയുകയില്ല. ഞങ്ങൾ UDF-കാർ ഇവിടെ ഉള്ളിടത്തോളം കാലം അവരെ ഇവിടെ അധികാരത്തിൽ കൊണ്ടുവരികയില്ല. അവർക്ക് ഒരു MLA പോലും കേരളത്തിലുണ്ടാകും. ഇലക്ഷന് മുമ്പ് UDF-നെതിരെ, അതായത് കോൺഗ്രസിനെതിരെ വന്ന ഇതെന്ന് വെച്ചാൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള അടുത്ത ചോദ്യം ഉണ്ടായിരുന്നു. പാർട്ടി പ്രവർത്തകരും പാർട്ടിയും തീരുമാനിക്കുന്ന ആള് മുഖ്യമന്ത്രിയാകും. അല്ലാതെ ചാനലുകളും കാര്യങ്ങളും പറയുന്ന ഒരാൾ പോലും കേരളത്തിൽ മുഖ്യമന്ത്രി ആകുകയില്ല. അപ്പോൾ ഇതാണ് ഈരാറ്റുപേട്ടയിൽ തെക്കേക്കരയിൽ നിന്നുള്ള ഒരു യുവ കോൺഗ്രസ്സുകാരന്റെ അഭിപ്രായം. ഇനി നമുക്ക് ഒരുപാടുണ്ട്. സമയം 4 മണിയാകുമ്പോൾ നമ്മൾ PC ജോർജിന്റെ വീട്ടിൽ പോകും. ഇപ്പോൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ടയിലാണ്, സ്വന്തം ഷിയാസ്ക്കാട്. അതായത് കഴിഞ്ഞ തവണ നമ്മുടെ ഇവിടുത്തെ വാർഡിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച, അതായത് ഏറ്റവും ഭൂരിപക്ഷത്തോടെ ജയിച്ച ഒരു NDA 3 ആയിട്ടുണ്ട്. അപ്പൊ NDA ഇപ്പോൾ 3 ലീഡ്, വെറും 3 സീറ്റിൽ മാത്രം ലീഡ് ചെയ്യുന്നു, അതും തുച്ഛമായ വോട്ടുകളിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഷിയാസിന്, അതായത് കഴിഞ്ഞ തവണ നമ്മുടെ വാർഡിൽ ഈരാറ്റുപേട്ടയിൽ തെക്കേക്കര വാർഡിൽ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വെച്ച UDF സ്ഥാനാർത്ഥിയുടെ വീടിന് മുമ്പിലാണ്. അപ്പം നമുക്ക് അവിടെയുള്ള പ്രവർത്തനങ്ങളും നമുക്ക് കാണാം. ഇപ്പം നിൽക്കുന്നത് KSUവിൻ്റെ KE കോളേജിൽ KSUവിൻ്റെ നീലക്കൊടി പാറിച്ച ഒരു നേതാവിൻ്റെ വീട്ടിൽ കൂടെയാണ്. ഹൈസമിന് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പറയാനുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി 100% 90-ലധികം സീറ്റിലൂടെ കേരളത്തിൽ ഭരണത്തിൽ വരും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൂടാതെ പൂനാറിൽ തന്നെ 4000 വോട്ട് ഭൂരിപക്ഷമെങ്കിലും സജി ജോസഫിന് ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുന്നു. നമ്മളിപ്പോൾ പോകുന്ന PC ജോർജിന്റെ വീടിന്റെ ഫ്രണ്ടിലേക്കാണ്. PC ജോർജ് 1 ലക്ഷം രൂപ, 1 കോടി രൂപ ബെറ്റ് വെക്കുകയും ചെയ്ത്, കൂടാതെ അവനിക്ക് ബിരിയാണി കൊടുക്കണമെന്ന്. എന്നാൽ നമുക്കൊരു ബിരിയാണിയും കൂടെ കൊടുത്തിട്ട് വരാം. 2000 കോഴി ബിരിയാണി കൊടുക്കണം. അപ്പൊ ബിരിയാണി നമുക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോവാം. PC ജോർജിന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന 1 കോടി രൂപ ബെറ്റും വെച്ചിട്ട് ബിരിയാണിയും കൊടുക്കാൻ പറ്റി, പക്ഷെ നടന്നില്ല. പറഞ്ഞോ PC ജോർജിന്റെ ബിരിയാണി കഴിക്കാൻ നിൽക്കുന്ന പിള്ളേരാ. ക്രൗഡ് കാണിച്ചോട്, എല്ലാരും ക്യൂ നിൽക്കുക ബിരിയാണി കാണിച്ചോട്. ഗൈസ്, അങ്ങനെ നമ്മുടെ പൂഞ്ഞാറ് UDF തൂക്കിയിട്ടുണ്ട്. പൂഞ്ഞാറ് മാത്രമല്ല, മൊത്തത്തിൽ UDF തരംഗം ഫുള്ള് കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മള് ജാഥയ്ക്ക് പോകട്ടോ. ജാഥയിലെ ഇനി എന്താ പറയുന്നത്? ഘോഷയാത്ര. നമ്മള് ഘോഷയാത്രക്ക് പോവാ. ഇപ്പൊ പൂഞ്ഞാറ് ഏരിയയിലോട്ട് നമ്മുടെ ഘോഷയാത്ര പോകും. പ്രിയപ്പെട്ടവരിത ഈ നഗരവീഥികളെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ വാഹനത്തിന് നമ്മളെവിടെ നമ്മള് നമ്മുടെ സൈച്ചേട്ടന്റെ വിദ്യാഘോഷം. ഈ മഴയ്ക്ക് ശേഷമുള്ള ഒരു വെടിക്കെട്ട്, കണ്ണീർ മഴയ്ക്ക് ശേഷമുള്ള കണ്ണീർ മഴ, LDF കണ്ണീർ മഴ പേരിന് ശേഷമുള്ള നമ്മുടെ വിജയാഘോഷം. കണ്ണു നിറച്ച്. വാവ്.